ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് മി ലക്ഷ്മി. അപ്പൊ ഇന്ന് നമ്മളൊരു സാൻഡ്വിച്ച് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിനായാലും അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാനൊക്കെ ക്രേവിങ്സ് തോന്നുമ്പോൾ വളരെ പണിയൊന്നും എടുക്കാതെ എന്നാൽ കുറച്ച് നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇതിന് നമുക്ക് വേണ്ടത് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും പച്ചക്കറി എടുക്കുക. ഇപ്പൊ നമ്മുടെ കയ്യിൽ തക്കാളി, ക്യാരറ്റ്, ഓണിയൻ, പിന്നെ ക്യാപ്സിക്കം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതെടുക്കുക. ഇതൊന്നും ഇല്ല, ഇപ്പൊ ക്യാബേജ് ഒക്കെയാണോ ഉള്ളെങ്കിൽ അത് എടുക്കുക. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പൊ നമ്മുടെ ഇഷ്ടാനുസരണം പച്ചക്കറികൾ എടുക്കുക, അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്യണം. ഈ ചോപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ 2-3 മുട്ടയൊക്കെ എടുത്ത് വേവിക്കാനായിട്ട് വെക്കുക. അതാകുമ്പോൾ നമ്മൾ പച്ചക്കറി അരിഞ്ഞു കഴിയുമ്പോൾ മുട്ട വെന്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പൊ ഞാൻ എന്റെ പച്ചക്കറികളൊക്കെ അരിഞ്ഞു കഴിഞ്ഞപ്പോൾ മുട്ടയും വെന്തിട്ടുണ്ട്. ഇവിടെ ഇത് ഉപ്പിടാതെയാണ് കേട്ടോ വേവിച്ചിട്ടുള്ളത്, കാരണം നമ്മൾ പിന്നീട് ഉപ്പ് ആഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഉപ്പിട്ട് വേവിക്കണ്ട. അപ്പോ ഇതുപോലെ നമ്മുടെ എഗ് യോക്ക് വേറെ, നമ്മുടെ മുട്ടയുടെ വെള്ള വേറെ, ഇങ്ങനെ രണ്ടും മാറ്റി വെക്കുക. എന്നിട്ട് നമ്മുടെ ഈ പച്ചക്കറികളുടെ കൂടെ ഈ മുട്ടയുടെ മഞ്ഞ നല്ലതുപോലെ സ്മാഷ് ചെയ്ത് മിക്സ് ചെയ്യുക. ഇതിപ്പോ ഞാൻ എന്റെ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ സ്പൂണും വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഷേക്കിംഗ് വരുന്നത്. അപ്പൊ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കുക. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു മുട്ടയുടെ മഞ്ഞ നല്ലതുപോലെ മിക്സ് ചെയ്തത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മയണൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ മയണൈസ് ഉണ്ടാക്കാൻ പറ്റും മുട്ടയൊക്കെ വെച്ചിട്ട്. അപ്പോ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കിയതുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതുപോലെ പാക്കറ്റ് മേടിക്കാൻ കിട്ടും. ഇത് വന്നിട്ട് എഗ്ലെസ് മയണൈസ് ആണ് കേട്ടോ. പിന്നെ മയണൈസ് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരുപാട് കൂടുതലായി പോകരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബ്രെഡിൽ വെക്കുമ്പോൾ ബ്രെഡ് ഒത്തിരി സ്വാഗി ആയി പോകും. പിന്നെ നമുക്ക് ആ ഒരു ക്രഞ്ച് ഒന്നും കിട്ടില്ല, ഒരു സാൻഡ്വിച്ചിന്റെ ഒരു ക്രഞ്ച് ഒന്നും കിട്ടില്ല. അതുകൊണ്ട് വളരെ മിനിമലായിട്ട് മാത്രം നമ്മുടെ മയണൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് നല്ല കുരുമുളക്, ഇത് നമ്മൾ കുരുമുളക് പൊടിച്ചതാണ് കേട്ടോ, അതും കൂടെ ആഡ് ചെയ്ത് പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുട്ടയിൽ ഉപ്പിടാതെയാണ് വേവിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിലേക്ക് ഒരു അത്യാവശ്യം കുറച്ച് ഉപ്പ് മാത്രം ഇട്ടാൽ മതി, കാരണം നമ്മുടെ ഈ ഒരു മയണൈസ്, എഗ്ലെസ് മയണൈസിലും കുറച്ച് ഉപ്പിന്റെ കണ്ടന്റ് ഉണ്ടാവും. അപ്പൊ ഈ ഉപ്പും കൂടി ആയി പോകുമ്പോൾ ഒത്തിരി കൂടിപ്പോവും. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ സാൻഡ്വിച്ചിന്റെ മിക്സ്ചർ നല്ലതുപോലെ ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന മുട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. മുട്ടയുടെ വെള്ളയാണ് കേട്ടോ. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ മുട്ടയുടെ വെള്ളം ഒത്തിരി അങ്ങ് ഉടഞ്ഞ് അങ്ങ് ചേർന്ന് പോകണ്ട. അത് ഇതുപോലെ കാണാൻ പറ്റുന്ന രീതിക്ക് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോഴായിരിക്കും ഈ കഴിക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ അത് നമ്മളിവിടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ബ്രെഡ് ടോസ്റ്റിലേക്ക് പോവാം. പിന്നെ നമ്മൾ ബ്രെഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് കട്ടിയുള്ള, കുറച്ച് വീതിയുള്ള ടൈപ്പ് ബ്രെഡ് വേണം എടുക്കാനായിട്ട്. അതാകുമ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ്ചർ വെക്കുമ്പോൾ ബ്രെഡ് ഒത്തിരി സോഗി ആയി പോകത്തില്ല, കുറച്ചുകൂടെ ഫേം ആയിട്ട് നിൽക്കും. ഈ ഒരു ടോസ്റ്റിനൊക്കെ ഭയങ്കര ഒരു ടേസ്റ്റ് വരും. അപ്പോൾ കുറച്ച് കട്ടിയുള്ള നല്ല ക്വാളിറ്റി ബ്രെഡ് നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ബ്രെഡിന്റെ എല്ലാ ഭാഗവും നല്ലതുപോലെ കവർ ആവുന്ന രീതിക്ക് വളരെ തിൻ ലെയർ ഒരു ബട്ടർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഒത്തിരി അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കണ്ട, കാരണം നമ്മൾ ഇതിൽ മയണൈസും പിന്നെ നമ്മുടെ ഈ ഒരു എന്താ പറയാ ബട്ടറും ഒക്കെ ആകുമ്പോൾ ഒത്തിരി അങ്ങ് മത്ത് പിടിച്ചു പോകും. പിന്നെ ബ്രെഡ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒത്തിരി മധുരമുള്ള ബ്രെഡ് നോക്കി എടുക്കരുത് കേട്ടോ, കാരണം ഓൾറെഡി നമ്മൾ ഈ മയണൈസും ബ്രെഡും ഒക്കെ ആയിട്ട് മത്ത് പിടിക്കും. അപ്പൊ അതിൻ്റെ കൂടെ ഈ മധുരമുള്ള ബ്രെഡും കൂടി ആകുമ്പോൾ ഒത്തിരി നമുക്ക് അങ്ങ് കഴിക്കാൻ തോന്നില്ല. അതുകൊണ്ട് കുറച്ച് മധുരം ഇല്ലാത്ത ബ്രെഡ് നോക്കി എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എന്നിട്ട് നമ്മുടെ ഈ ഒരു പുറം ഭാഗം വരുന്ന സൈഡ് വേണം നമ്മൾ ബട്ടർ തേച്ച് ടോസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഒരു സൈഡിലേക്ക് നമ്മൾ നമ്മുടെ മിക്സർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ചീസ്, ഈ ചീസ് വേണമെന്ന് യാതൊരു വിധ നിർബന്ധവും ഇല്ല, കാരണം ഇപ്പൊ ചീസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, മയണൈസ് ഇല്ലെങ്കിലും ചെയ്യാം. മുട്ടയുടെ മഞ്ഞയും വെള്ളയും മാത്രം വെച്ച് ജസ്റ്റ് ടോസ്റ്റ് ചെയ്ത് കഴിക്കാം. അത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു റൂളൊന്നുമില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഇതിനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് അപ്പുറത്തെ സൈഡിലെ ബ്രെഡും കൂടെ വെച്ച് ഈ ചീസ് വരുന്ന ഭാഗം താഴേക്ക് ആക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു പാത്രം അടച്ചു വെച്ച് വേവിക്കുക. നമ്മുടെ അപ്പച്ചട്ടിയൊക്കെ അടയ്ക്കുന്ന പാത്രമായിരിക്കും കുറച്ചുകൂടെ നല്ലത്, അതാകുമ്പോൾ പൊങ്ങിയിരിക്കും, അത് ഒത്തിരി അങ്ങ് താന്നു പോവില്ല. അപ്പൊ അങ്ങനെ ഒരെണ്ണം എടുത്ത് ഒരു 2 സെക്കൻഡ്, പിന്നെ എപ്പോഴും ആലോചിക്കുക നമ്മുടെ ഗ്യാസ് ഫുൾ ടൈം ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഒരു ടൈം പോലും അത് കൂട്ടി വെക്കരുത്, എങ്കിൽ നമ്മുടെ ബ്രെഡൊക്കെ കരിഞ്ഞു പോകും. എന്നിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആകുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പൊ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ പറയാം. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.